ഹായ്, നമുക്കപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മാർജിനൽ കോസ്റ്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. CMA മെറ്റീരിയൽ ഉള്ളതാണ്. പേജ് നമ്പർ 376, ഇലസ്ട്രേഷൻ നമ്പർ 5. എ ഫാക്ടറി ഈസ് കറന്റ്ലി വർക്കിംഗ് അറ്റ് 40% കപ്പാസിറ്റി ആൻഡ് പ്രൊഡ്യൂസസ് 10,000 യൂണിറ്റ്സ്. ഓക്കെ, ഒരു ഫാക്ടറി ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് 40% കപ്പാസിറ്റി ആണ്. അതിൻ്റെ കപ്പാസിറ്റി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 10,000 യൂണിറ്റ് ആണ്. At 50%, selling price fall by 3%. At 90%, selling price fall by 5%, accompanied by similar fall in price of raw material. Estimate the profit of the company at 50% and 90% capacity. ഇത്ര പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ പരിപാടി. 40% കപ്പാസിറ്റിയിലാണ് കമ്പനി ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. 40% കപ്പാസിറ്റിയിലും 50% കപ്പാസിറ്റിയിലും 90% കപ്പാസിറ്റിയിലുള്ള കമ്പനിയുടെ എന്താണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. Then statement of computation of profit. Particulars. %40, 50%, 90%. Okay. 90%. ഓരോ കേസിലും നമുക്ക് പെർ യൂണിറ്റ് കൊടുക്കാം. പെർ യൂണിറ്റ് കൊള്ളാൻ പ്രൊവൈഡ് ചെയ്യാം. Then മെറ്റീരിയൽ പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ലേബർ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഓവർഹെഡ് തന്നിട്ടുണ്ട്. അത് ഓവർഹെഡിനകത്ത് ഫിക്സഡ് പോർഷൻ എത്ര, വേരിയബിൾ പോർഷൻ എത്ര തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. നമുക്കറിയാം പ്രോഫിറ്റബിലിറ്റി അണ്ടർ മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടിട്ട് എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചതിന് ശേഷം കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇവിടെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് 20, പെർ യൂണിറ്റ് 20 ആണ്. പെർ യൂണിറ്റ് 40% കപ്പാസിറ്റിയിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 ആണ്. അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇപ്പൊ 50% കപ്പാസിറ്റി ആവുമ്പോൾ എത്രയാന്ന് നോക്കണം. ഇവിടെ വർക്കിംഗ് നോട്ട് വയ്ക്കാം. വർക്കിംഗ് നോട്ട് 1. ഇഫ് 10,000 യൂണിറ്റ്സ് അറ്റ് 40%, then at 50% എത്രയാന്ന് നോക്കുമ്പോൾ 10,000 യൂണിറ്റ് എന്ന് പറയുന്നത് 40-ക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50-ക്ക് എത്രയാന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 50, that is 12,500 unit. Here 12,500 unit ആണ്. Then 90% capacity 10,000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 40% ആണെന്നുണ്ടെങ്കിൽ 90% എത്ര നോക്കണം. 22,500 യൂണിറ്റ്സ്. 22,500 യൂണിറ്റ്സ്. ഇപ്പോൾ 40% കപ്പാസിറ്റിയും 10,000 യൂണിറ്റ്സ് ആണ് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. 50% 12,500 ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വർക്കിംഗ് നോട്ട് 1. 90% 22,500 ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇനി വരുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് ടോട്ടൽ കോളത്തിൽ എഴുതാം. ഇവിടെ സെയിൽസ് വരുന്നത് ₹20 ഇൻറ്റു 10,000 ആണ്. ₹20 ഇൻറ്റു 10,000 എന്ന് പറയുമ്പോൾ 2 lakh rupees. വർക്കിംഗ് നോട്ട് 2. സെല്ലിംഗ് പ്രൈസ് at 50%.
ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 40% നിന്നും 50% കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാളും 3% ലെസ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 20% ഉണ്ട്. അതിന്റെ ഇവിടെ 20 rupees ആണ് സെല്ലിംഗ് പ്രൈസ്. അതിന്റെ 3% എന്ന് പറയുമ്പോൾ 0.6 ആണ്. ഇത് രണ്ടും കൂടെ ലെസ് ആവുമ്പോൾ നമുക്ക് 19.4 പെർ യൂണിറ്റ് എന്ന് കിട്ടും. 20 rupeesന്റെ 3%, 20 rupeesന്റെ 3% 0.6 പൈസയാണ്. അപ്പൊ 20 rupees മൈനസ് 0.6 ചെയ്യുമ്പോൾ നമുക്ക് 19.4 എന്ന് കിട്ടും. 19.4. Then at 90%, 5% റിഡക്ഷൻ സെല്ലിംഗ് പ്രൈസിന് ഉണ്ടാവുന്നതാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് കപ്പാസിറ്റി കൂടുമ്പോൾ സെയിൽസ് കൂടുന്നു, സെയിൽസ് കൂടുമ്പോൾ പ്രോഡക്റ്റ് ഡംപ് ചെയ്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ ചെറിയൊരു റിഡക്ഷനോ ഡിസ്കൗണ്ടോ കൊടുത്തിട്ട് സെൽ ഔട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ 20 rupees into 5 divided by 100 1 എന്ന് വരും. 1 റുപ്പിയാണ് ഇവിടെ കുറയുന്നത്. ഇത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. 19 rupees ആണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ചെയ്യാം. അറ്റ് 50% കപ്പാസിറ്റിയിൽ 12,500 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ 12,500 ഇൻറ്റു 19.4 ചെയ്യുമ്പോൾ നമുക്ക് 2,42,500 എന്ന് കിട്ടും. Then again at 90% കപ്പാസിറ്റിയിൽ 22,500 ആണ് നമുക്ക് വരുന്നത് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്. 22,500 ഇൻറ്റു 19 ചെയ്യുമ്പോൾ നമുക്ക് 4,27,500. ഓക്കെ, അപ്പൊ സെയിൽസ് ആയി. ഇനി നമുക്ക് വേണ്ടത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാവുന്നത് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഓവർഹെഡിനകത്ത് വേരിയബിൾ ഓവർഹെഡും ഉണ്ട്, ഫിക്സഡ് ഓവർഹെഡും ഉണ്ട്. വേരിയബിൾ ഓവർഹെഡ് അവിടെ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഓവർഹെഡ് 5 rupees 5 പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ 60% എന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് ആണ്. അപ്പോൾ ബാക്കി റിമൈനിങ് 40% എന്ന് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എഴുതാം. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റിൽ തന്നിരിക്കുന്നത് 10. പക്ഷെ 90% കപ്പാസിറ്റി ചെല്ലുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും 5% കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ സെല്ലിംഗ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റിന് ഒരു ചെറിയൊരു റിഡക്ഷൻ ഉണ്ടാവും. വർക്കിംഗ് നോട്ട് 3. Working note 3. Material cost per unit at 90%. 10 rupees ആണ് മെറ്റീരിയൽ കോസ്റ്റ്. അതിന്റെ ഒരു 5% ആണ് റിഡക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് 0.5 ആണ് റിഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ 10 നിന്ന് 0.5 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 എന്ന് കിട്ടും. 9.5 പെർ യൂണിറ്റ് ആണ് ഇവിടുത്തെ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. 9.5. നമുക്ക് ഇവിടുത്തെ യൂണിറ്റ്സ് കൊണ്ട് ഇന്ത്യ 50% 40% കപ്പാസിറ്റിയിൽ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 into 10,000 that is 1 lakh. 50% കപ്പാസിറ്റിയിൽ 12,500 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇൻറ്റു 10 1,25,000. Then 90% കപ്പാസിറ്റിയിൽ 22,500 ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 9.5, 2,13,570. Then ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൽ തന്നിട്ടുണ്ട് ₹3 പെർ യൂണിറ്റ് ആണെന്ന്. 3. ലേബർ കോസ്റ്റിന് പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെർ യൂണിറ്റ് 3 തന്നെയാണ് ഇല്ലാത്ത കൊടുക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ലേബർ കോസ്റ്റിന്. അഗൈൻ 10,000 into 3 30,000. 12,500 into 3 37,500. Then 22,500 into 3 67,500. ഓക്കെ, ഇതാണ് അവിടുത്തെ വേരിയബിൾ ലേബർ എന്ന് പറയുന്നത്. വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഓവർഹെഡ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഓവർഹെഡ് 60% ഫിക്സഡ് ഓവർഹെഡ് ആണ്. റിമൈനിങ് 40% വേരിയബിൾ ഓവർഹെഡ് ആണ്. അപ്പൊ ഈ ഓവർഹെഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു 5 rupees ആണ്. ₹5.
അപ്പോൾ 5ന്റെ 60% എന്ന് പറയുന്നത് 60% എന്ന് പറയുന്നത് 3 rupees ഫിക്സഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ്. 5ന്റെ 40% 2 എന്ന് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേരിയബിൾ ഓവർഹെഡ് എടുക്കാം. ₹2 then ₹2 into 10,000 20,000. 12,500 into 2, that is 25,000. 22,500 into 2, that is 45,000. Okay, നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാം വേരിയബിൾ കോസ്റ്റ് ആണ്. എന്തുകൊണ്ട് ഇത് വേരിയബിൾ കോസ്റ്റ് ആയി നടത്തി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ, ഓവർഹെഡ് എല്ലാം ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പം വേരിയബിലിറ്റി ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുന്നു. സെയിൽസിൽ നിന്ന് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എടുക്കുന്നു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ എടുക്കുന്നു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് 1032, ദാറ്റ് ഈസ് 15, 1 lakh 30,000, 20,000, 1 lakh 50,000. Then again 15 ആഡ് ചെയ്യുമ്പോൾ 1,87,500. again നമുക്ക് 14.5 then ഈ ഒരു ടോട്ടൽ ഇത്രയും കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,26,250. ഓക്കെ, ഇത്രയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് 20 - 15 5 എന്ന് കിട്ടും. ദെൻ നമുക്ക് 2 lakh - 1 lakh 50,000 rupees എന്ന് കിട്ടും. അഗെയിൻ 19.4 - 15 ചെയ്യുമ്പോൾ നമുക്ക് 4.4 എന്ന് കിട്ടും. ദെൻ ടോട്ടൽ കോസ്റ്റിന്റെ ഡിഫറൻസ്, ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 55,000 rupees എന്ന് കിട്ടും. ദെൻ 19 - 14.5 ചെയ്യുമ്പോൾ നമുക്ക് 4.5 എന്ന് കിട്ടും. അതിന്റെ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,01,250 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാം. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആകുമ്പോഴേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹3 ആണ്. നമ്മൾ വർക്കിംഗ് നോട്ട് 4-ൽ ചെയ്തായിരുന്നു. വർക്കിംഗ് നോട്ട് 4 ഓവർഹെഡിന്റെ കേസിൽ വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേരിയബിൾ ഓവർഹെഡ് നമ്മൾ വേരിയബിൾ എക്സ്പെൻസസിന്റെ ഹെഡിൽ അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 60% ₹3 പെർ യൂണിറ്റ് ആണ്. ₹3. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സഡ് ഓവർഹെഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ 10,000 rupeesനുള്ള ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി നമുക്ക് ചാർജ് ചെയ്യേണ്ടത് ഇവിടെ 10,000 into 3, that is 30,000 rupees ആണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് ചാർജ് ചെയ്യേണ്ടത്. അതിന്റെ മീനിങ് 40% കപ്പാസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 30,000 rupees ആവുള്ളൂ. 90% കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് 30,000 rupees ഫിക്സഡ് ഓവർഹെഡ് ആവുള്ളൂ. അതിന്റെ റീസൺ അപ് ടു 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വരെ ഫിക്സഡ് കോസ്റ്റ് റീമെയിൻ സെയിം ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ 30,000 rupees തന്നെ എടുക്കുന്നത്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് അങ്ങ് കുറച്ചാൽ മതി, അല്ല ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. 50,000 - 30,000 rupees 20,000 പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹2 എന്ന് കിട്ടും. 5 - 3, ദെൻ 4.4 - 3 എന്ന് പറയുന്നത് 1.4 എന്ന് കിട്ടും പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഇവിടെ 55,000 - 30,000 ചെയ്യുമ്പോൾ നമുക്ക് 25,000 rupees എന്ന് കിട്ടും, പ്രോഫിറ്റ് ആണ്. 4.5 - 3 എന്ന് പറയുമ്പോൾ 1.5 എന്ന് കിട്ടും. then ഇതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 71,250 എന്ന് കിട്ടും. അതാണ് അതിന്റെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ അഗെയിൻ ക്വസ്റ്റിൽ പറയാത്ത ഒരു PV ബ്രേക്ക് ഈവൻ സെയിൽസ് കൂടി ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റിൽ അത് പറഞ്ഞിട്ടില്ല ബ്രേക്ക് ഈവൻ സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് നമുക്കത് ബ്രേക്ക് ഈവൻ സെയിൽസ് കൂടെ ചെയ്യാം. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ
ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പി വി റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം. അഗെയിൻ break even point equal to fixed cost divided by PV ratio or fixed cost divided by PV ratio നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ഇതിന്റെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്തതിന് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എഴുതാം. അങ്ങനെയാണ് ഇക്വേഷൻ ഫോം ആയിരിക്കുന്നത്. നമ്മുടെ ബേസ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഈ ഇക്വേഷൻ ഫോം ആയിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ 100 സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ആ ഒരു ഇക്വേഷൻ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് കേസ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കേസിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. At 40% capacity, 30,000 ആയ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻറ്റു സെയിൽസ് എന്ന് പറയുന്നത് 2 lakh rupees ആണ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50,000 rupees ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. One lakh 20,000 at 50%, 30,000 into സെയിൽസ് എന്ന് പറയുന്നത് 2,42,500 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 55,000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,42,500 divided by 55,000. That is 1,32,000. 1,32,273. റൗണ്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അറ്റ് 90%, 30,000 ആയ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് എന്ന് പറയുന്നത് 4,27,500 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,02,500 ആണ്. ഓക്കെ, അപ്പം 4,27,500 ഡിവൈഡഡ് ബൈ 1,02,500 ഇൻറ്റു 30,000 1,26,666 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 1,26,666 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ബ്രേക്ക് ഈവൻ. വർക്കിംഗ് നോട്ട് 5. ആൻസർ ഞാൻ എടുത്തിരുന്നു. ഫസ്റ്റ് കേസിൽ വരുന്ന ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് 1,20,000. സെക്കൻഡ് കേസിൽ എന്ന് പറയുന്നത് 1,32,273. ദെൻ തേർഡ് കേസിൽ എന്ന് പറയുന്നത് 1,26,667. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ആൻസറായി. ഇപ്പോൾ നമ്മൾ ഇല്ലുസ്ട്രേഷൻ 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽസ് മിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സെയിൽസ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ സെയിൽസ് കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സിന്റെ സെയിൽസ് ആയിരിക്കും ഇവിടെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ABC എന്ന് പറയുന്ന 3 പ്രോഡക്ട്സ് ഉണ്ടാകുന്നിരിക്കട്ടെ. അപ്പൊ ABCയുടെയും ടോട്ടൽ സെയിൽസിനായിരിക്കും നമ്മൾ ഇവിടെ പറയുന്നത്. എയും ബിയും സിയുടെയും പർട്ടിക്കുലർ സെയിൽസിനെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ സെയിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് ആയിരിക്കും. അതിന്റെ ഇത്ര പെർസെന്റേജ് പ്രോഡക്റ്റ് എ, ഇത്ര പെർസെന്റേജ് പ്രോഡക്റ്റ് ബിയുടെ സെയിൽസ്, ഇത്ര പെർസെന്റേജ് പ്രോഡക്റ്റ് സിയുടെ സെയിൽസ് എന്ന ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് ക്വാണ്ടിറ്റിയുടെ ഇത്ര യൂണിറ്റ് പ്രോഡക്റ്റ് എ വിറ്റതാണ്, ഇത്ര യൂണിറ്റ് പ്രോഡക്റ്റ് ബി, ഇത്ര യൂണിറ്റ് പ്രോഡക്റ്റ് സി വിറ്റതാണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽസ് മിക്സ് എന്ന് പറയും. ഈ സെയിൽസ് മിക്സിന്റെ ബേസിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റാഡിക്കൽ കമ്പനി ഫോർ ദ മന്ത് ഓഫ് ജൂൺ. സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് L and M അതിന്റെ ടോട്ടൽ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, നെറ്റ് ഇൻകം എല്ലാം തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ PV റേഷ്യോ ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് ദെൻ കമ്പ്യൂട്ട് ദ PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ
the following assumptions. Okay, the sales revenue is divided into 60% to product L and 40% to product M എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെയിൽസ് മിക്സ് ആണ്. ടോട്ടൽ സെയിൽസിന്റെ 60% പ്രോഡക്റ്റ് എല്ലിനും ടോട്ടൽ സെയിൽസിന്റെ 40% പ്രോഡക്റ്റ് എമ്മിനും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ നോക്കാം. കേസ് 1 കേസ് ഉണ്ടെന്ന് പറയുന്നത് particulars product L, product M total. Sales ക്വസ്റ്റ്യനില് 1,20,000 rupees ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്. ഈ 1,20,000 rupeesന്റെ 60% ആണ് പ്രോഡക്റ്റ് എല്ലിനും, ദെൻ ബാക്കി 40% ആണ് പ്രോഡക്റ്റ് എമ്മിനും. ഇതാണ് ഇവിടുത്തെ അസംഷൻ. അപ്പൊ 1,60,000ന്റെ 60%, എല്ലിന് 1,20,000ന്റെ 60%, അതെന്ന് പറയുന്നത് 72,000 rupees ആണ്. Then എമ്മിന് 1,20,000 rupeesന്റെ 40% എന്ന് പറയുന്നത് അപ്പോൾ റിമൈനിങ് പോർഷൻ ആയ 48,000 rupees ആണ്. ഓക്കെ, ദെൻ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്കൊരു പി വി റേഷ്യോ എടുക്കാം. നമുക്കിവിടെ നോർമലി പോവേണ്ടത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. നമുക്കിവിടെ കിട്ടേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിൽസിന്റെ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യണം. വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യണമെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കേസിൽ പി വി റേഷ്യോ ഓഫ് എൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ആയ 18,000 ഡിവൈഡഡ് ബൈ സെയിൽസ് ആയ 60,000 into 100 that is equal to 30% എന്ന് പി വി റേഷ്യോ ഓഫ് എൽ കിട്ടും. എം എന്ന് പറയുന്നത് 30,000 ഡിവൈഡഡ് ബൈ സെയിൽസ് ആയ 60,000 into 100 that is 50% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്കറിയാം. Variable cost equal to 100 minus PV ratio of sales. Okay, 100 minus PV ratio of sales. സെയിൽസിന്റെ 100ൽ നിന്നും പി വി റേഷ്യോ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗറിന്റെ പെർസെന്റേജ് ഓഫ് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും ഇവിടെ പ്രോഡക്റ്റ് എക്ക് പ്രോഡക്റ്റ് എല്ലിന് വരുന്നത് 100 minus 30%, that is 70% ഓഫ് സെയിൽസ് ആണ്. ഇവിടെ 72,000 rupees ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് പ്രോഡക്റ്റ് എല്ലിന് 100 minus 30% ഓഫ് സെയിൽസ് ആയ 72,000, that is 72,000 into 70%, that is 50,400. Okay, then 50,400 will be the variable cost of L. Then M നുള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 100 minus 50% of sales ആയിട്ടുള്ള 48,000, that is 48,000 into 50%, that is 24,000. Okay, then 24,000 ടോട്ടൽ കൊടുത്ത് നമുക്ക് ഈ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഈ രണ്ട് 50,400ഉം 24,000 കൂടെ ആഡ് ചെയ്തിട്ട് 74,400 നമുക്ക് ടോട്ടൽ കോളത്തിൽ മാർക്ക് ചെയ്യാം. ദെൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 72,000 ആയി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആയ 50,400, ദാറ്റ് ഈസ് 21,600. ദെൻ എം ആയിട്ടുള്ള എമ്മിന്റെ സെയിൽസ് എന്ന് പറയുമ്പോൾ 48,000 ആണ്, മൈനസ് 24,000, അഗെയിൻ 24,000 rupees കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ സെയിൽസ് ആയ 1,20,000 നിന്നും 74,400 നമുക്ക് ലെസ് ചെയ്യുമ്പോൾ 45,600 കിട്ടും. ദെൻ നമുക്ക് വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 36,000 റുപ്പീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 36,000 റുപ്പീസ് നമുക്ക് ടോട്ടൽ കോളത്തിൽ എടുത്താൽ മതി. ഇൻഡിവിജ്വലി ഫിക്സഡ് കോസ്റ്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ ഇൻഡിവിജ്വലി തന്നിട്ടില്ല, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഓവറോൾ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഓവറോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് 9,600 റുപ്പീസ് ആണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ അഗെയിൻ ഇവിടെ പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ പി വി റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, പി വി റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടുത്തെ പി വി റേഷ്യോ അഗെയിൻ ഇറ്റ് വിൽ ബി റിമെയിൻ സെയിം. ദെൻ വർക്കിംഗ് നോട്ട് ടു പി വി റേഷ്യോ പ്രോഡക്റ്റ് എല്ലിൻ്റെത് കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 21,600 ഡിവൈഡഡ് ബൈ സെയിൽസ് ആയ 72,000 ഇൻറ്റു 100. ദെൻ എമ്മിനുള്ളത് 24,000 ഡിവൈഡഡ് ബൈ 48,000 ആയ സെയിൽസ് ഇൻറ്റു 100. ഓവറോൾ പി വി റേഷ്യോ ഈക്വൽ ടു then contribution ആയ 45,600 divided by sales ആയ 1,20,000 into 100. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 21,600 divided by 72,000 into 100, that is 30%. 24,000 divided by 48,000 into 100, that is 50%. Then 45,600 divided by 1,20,000 into 100, that is 38%. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പി വി റേഷ്യോ എന്ന് പറയുന്നത്. 30%, 50%, 38%. ഓക്കെ, അതായത് നമുക്ക് അതൊരു സെക്കൻഡ് അസംഷനിലും ഇതുപോലെ തന്നെയാണ് ഇതിന്റെ റേഷ്യോ കാര്യങ്ങൾ പോകുന്നത്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുമ്പോൾ വേരിയബിൾ ടോട്ടൽ കോസ്റ്റിന് നമുക്ക് ടോട്ടൽ സെയിൽസിന് നമുക്ക് 40% നിന്നും 60% കിട്ടും. പ്രോഡക്റ്റ് എല്ലിന് 40%, പ്രോഡക്റ്റ് എമ്മിന് 60% ആയിട്ട് നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്യണം. അഗെയിൻ നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് വേരിയബിൾ കോസ്റ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 70%, 50% തന്നെ ആയിരിക്കും. നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് പി വി റേഷ്യോ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തായിരുന്നു. അതിന്റെ പോർഷനിൽ അഗെയിൻ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക, കോൺട്രിബ്യൂഷൻ, ദെൻ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ സെയിം 36,000 തന്നെയാണ്. അഗെയിൻ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പി വി റേഷ്യോ ബ്രേക്ക് ഈവൻ സെയിൽസ് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഈവൻ സെയിൽസ് കൂടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഓവറോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. That is equal to ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ആയ 36,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് 38% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 36,000 divided by 38%, 94,737 rupees. ഇതാണ് നമുക്കിവിടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ഇത്രയാകുമ്പോൾ ഇതിന്റെ ആൻസർ ഫുള്ളായി. സെക്കൻഡ് അസംഷൻ നിങ്ങളൊന്ന് വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു ഇലിസ്ട്രേഷൻ നോക്കാം. അപ്ഡേറ്റഡ് മെറ്റീരിയൽ പേജ് നമ്പർ 382, ഇലിസ്ട്രേഷൻ നമ്പർ 13 ആണ്. അവിടെ രണ്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് എയുടെ സെയിൽസും പ്രോഡക്റ്റ് ബിയുടെ സെയിൽസും തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ബിയുടെ കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓവറോൾ എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമ്മളടുത്ത് കുറച്ച് സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷന്റെ കമന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. Comment on profitability of each product. Both use the same raw material when total sales potential in unit is limited, sales potential in value is limited, raw material is short supply, production capacity is the in terms of machine hours is the limiting factor. Okay, നമ്മൾ limiting factor വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഫസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ദെൻ ഈ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ പ്രോഫിറ്റബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസിന്റെ സെറ്റിൽ പാർട്ട് നമ്പർ 1 വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അതെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടും. പ്രോഫിറ്റബിലിറ്റിന്റെ ബേസിൽ നമ്മൾ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം.
statement of contribution per unit. Particulars: product A, product B. Selling price: product A के 100, product B के 120. Okay. Then variable cost, material rupees 10, rupees 50. Then labor എന്ന് പറയുന്നത് rupees 15, rupees 10. Then നമുക്ക് ഓവർഹെഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കോസ്റ്റിൽ തന്നിട്ടുണ്ട് rupees 5, rupees 6. Then ഓവർഹെഡ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ആ ഒരു ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നതിനകത്ത് തന്നിട്ടുണ്ട് rupees 15, rupees 20. അപ്പോൾ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിൽസ് ആയ 100ൽ നിന്നും ഇത്രയും വേരിയബിൾ എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 15, 5, 15, 10. That is 15 plus 10, 25, then 5, 30, 40, 45. 100 minus 45 എന്ന് പറയുന്നത് നമുക്ക് 55 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. പ്രോഡക്റ്റ് ബി എന്ന് പറയുന്ന സംഗതിയുടെ 120 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആയ ഇത്രയും നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. 15 plus 10, 25, then 20, 35, 45, 50, 50 ആണ്. ഓക്കെ, 50 നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 69 എന്ന് കിട്ടും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദെൻ ഞാൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് പി വി റേഷ്യോ. PV ratio equal to contribution divided by sales into 100 ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 55 ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന് ചെയ്യുമ്പോൾ 55% എന്ന് കിട്ടും. PV ratio പ്രോഡക്റ്റ് എക്ക് ഉള്ളത്. പ്രോഡക്റ്റ് ബിക്ക് ഉള്ളത് 69 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 57.5% എന്ന് കിട്ടും. 57.5%. ദെൻ PV ratio കഴിഞ്ഞിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത് contribution per kilogram of raw material. അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ കമന്റിന്റെ കേസ് നോക്കാം. ഫസ്റ്റ് കേസിൽ കമന്റ് ചെയ്യാൻ പറയുന്നത് if the total sales potential in unit is limited, product B is more profitable എന്നവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ഈസ് ലിമിറ്റഡ് ആണ്. പ്രോഡക്റ്റ് എക്ക് ഇത്ര ക്വാണ്ടിറ്റി വിൽക്കാം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. പ്രോഡക്റ്റ് ബിക്ക് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വിൽക്കുക എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സെയിൽ നടത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് സെയിലബിൾ ആയിട്ടുള്ള ഹെവി ഡിമാൻഡുള്ള പ്രോഡക്ട്സ് അല്ല ഇതിലുണ്ട്. അപ്പൊ നമുക്ക് സെയിൽസ് ആണ് ഇവിടെ ലിമിറ്റഡ്, അല്ലെങ്കിൽ സെല്ലിംഗ് ക്വാണ്ടിറ്റി ആണ് കോസ്റ്റിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൂടുതൽ ഏതാണോ അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ. ഇഫ് സെയിൽസ് ക്വാണ്ടിറ്റി ഈസ് ലിമിറ്റഡ്, പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബി ആണ്. ഓക്കെ, സെല്ലിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിൽസ് ക്വാണ്ടിറ്റി ആണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഏത് പ്രോഡക്റ്റിനാണോ കൂടുതൽ അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് സെല്ലിംഗ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ. ഇഫ് സെയിൽസ് വാല്യൂ ഈസ് ലിമിറ്റഡ്, സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ലിമിറ്റഡ്. സെല്ലിംഗ് പ്രൈസിന്റെ ഡിഫറൻസ്, സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. സെല്ലിംഗ് പ്രൈസ് ലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പി വി റേഷ്യോ ഏതാണ് കൂടുതൽ അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് വരുന്നത്. എഗെയിൻ പ്രോഡക്റ്റ് ബി ആണ് എന്തെന്ന് പറയുന്നത് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് എ പ്രോഡക്റ്റ് ബി നോക്കുമ്പോഴും പ്രോഡക്റ്റ് ബിക്കാണ് പി വി റേഷ്യോ ഹയർ പി വി റേഷ്യോ ഉള്ളത്. ദെൻ നമുക്ക് അടുത്ത് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. ഇവിടെ റോ മെറ്റീരിയൽ കിട്ടാനില്ല. റോ മെറ്റീരിയലിന്റെ സപ്ലയർ നമുക്ക് ആവശ്യത്തിനുള്ള
റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷനിൽ റോ മെറ്റീരിയൽ കിട്ടാനില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനെ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയലോട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് ഇവിടെ പ്രോഡക്റ്റ് എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ആണ് വേണ്ടത്. ഇപ്പോൾ 2 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയ 55 ഡിവൈഡഡ് ബൈ 2 കിലോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ കിട്ടും. ദാറ്റ് ഈസ് 27.5 rupees. ദെൻ ഇവിടെ 69 ഡിവൈഡഡ് ബൈ 3 കിലോഗ്രാം, ദാറ്റ് ഈസ് 23 rupees എന്ന് കിട്ടും. Okay, if raw material is in short supply, റോ മെറ്റീരിയൽ ആണ് ഷോർട്ട് സപ്ലൈ എന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്തതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും ഉണ്ട്. പ്രോഡക്റ്റ് എക്ക് കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ 27.5 പൈസ ഉണ്ട്. ദെൻ പ്രോഡക്റ്റ് ബിക്ക് 23 rupees ഉള്ളൂ. അപ്പോൾ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് ഇഫ് ദ റോ മെറ്റീരിയൽ ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ പ്രോഡക്റ്റ് എ ആയിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, ബിക്കോസ് അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഹയർ ആണ്. ദെൻ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻ മെഷീൻ അവേഴ്സ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ. ദെൻ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവേഴ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 55 ആണ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലേബർ അവേഴ്സ് അല്ല, ഇവിടെ മെഷീൻ അവേഴ്സ് ആണ്. മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്ക് 3 hours പ്രോഡക്റ്റ് ബിക്ക് 2 hours ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 55 ഡിവൈഡഡ് ബൈ 3 hours ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18.33 rupees എന്ന് കിട്ടും. ദെൻ again ഇവിടെ 69, അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയ 69 ഡിവൈഡഡ് ബൈ 2 hours ചെയ്യുമ്പോൾ നമുക്ക് 34.5 rupees എന്ന് കിട്ടും. അപ്പോൾ ഇഫ് മെഷീൻ hours is ലിമിറ്റിംഗ് ഫാക്ടർ, മെഷീൻ അവേഴ്സ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതിനായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എക്ക് 18.33 ഉണ്ട്, പ്രോഡക്റ്റ് ബിക്ക് 34.5 ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ബിയുടെ കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ ആണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ബി ആയിരിക്കും അഗെയിൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ. ഓക്കെ, ഇതാണ് കമന്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റിംഗ് ഫാക്ടറിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ മെറ്റീരിയൽ, ലേബർ, മെഷീൻ അവേഴ്സ് ഒക്കെ ലിമിറ്റിംഗ് ഫാക്ടർ പറഞ്ഞാൽ എന്താണോ ലിമിറ്റിംഗ് ഫാക്ടർ അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ മെറ്റീരിയൽ, കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ, ദെൻ കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവേഴ്സ്, കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവേഴ്സ്, അങ്ങനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്യുക. അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കാണിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണോ അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ. സെല്ലിംഗ് വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹയർ പി വി റേഷ്യോ ഏതിനുണ്ടോ അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ. സെല്ലിംഗ് ക്വാണ്ടിറ്റി ആണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഏത് പ്രോഡക്റ്റ് ആയിരിക്കോ ഹയർ ആയിട്ടുള്ളത് അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ. അങ്ങനെ ഓർക്കാം. ഓക്കെ, ദെൻ നമുക്ക് അതിനൊരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ബി പാർട്ട് ക്വസ്റ്റ്യന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂമിങ് റോ മെറ്റീരിയൽ ആസ് ദ കീ ഫാക്ടർ. ഇവിടുത്തെ റോ മെറ്റീരിയൽ ആണ് ഇവിടുത്തെ കീ ഫാക്ടർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് അവൈലബിലിറ്റി ഓഫ് വിച്ച് ഈസ് 10,000 kilogram and each product cannot be sold more than 3,500 units. Find out the product mix which yield the maximum profit. Okay, അപ്പോൾ റോ മെറ്റീരിയൽ ആണ് ലിമിറ്റിംഗ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഏത് പ്രോഡക്റ്റിനാണോ കൂടുതലുള്ളത് ആ പ്രോഡക്റ്റ് ആയിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. നോക്കാം, കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ ഇവിടെ തേർഡ് സ്റ്റെപ്പിൽ കമ്പ്യൂട്ട് ചെയ്തായിരുന്നു. പ്രോഡക്റ്റ് എക്കാണ് ഹയർ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ, ദാറ്റ് ഈസ് 27.5. പ്രോഡക്റ്റ് ബിക്ക് 23 ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്നത് നമുക്ക് എന്തായിരിക്കും, മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നത് പ്രോഡക്റ്റ് എ ആയിരിക്കും. അതാണ് കൂടുതൽ സെയിലബിൾ ആയിട്ടുള്ളത്. ഓർക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു സെയിൽസ് മിക്സ് ക്രിയേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് എ വേണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എ വിൽക്കാം, പ്രോഡക്റ്റ് ബി വേണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ബി വിൽക്കാം. പക്ഷേ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിന്റെ സെയിൽ എന്ന് പറയുന്നത് മാക്സിമം 3,500 ആകാവൂ എന്നുള്ളൊരു കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി ഇവിടുത്തെ മിക്സ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഓർക്കാം,
എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, 3500 യൂണിറ്റ് മാക്സിമം വിൽക്കാവും. അപ്പോൾ എ ആണ് ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഹയർ ആയിട്ടുള്ളത്. അപ്പോൾ എ ആണ് മാക്സിമം ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. 3500 യൂണിറ്റ് വരെ ഉണ്ടാക്കാം. 1 കിലോഗ്രാം പ്രോഡക്റ്റ് എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോഗ്രാം റോ മെറ്റീരിയൽ വേണമെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ 2 കിലോഗ്രാം ആൻഡ് 3 കിലോഗ്രാം തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എ ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 കിലോഗ്രാം റോ മെറ്റീരിയൽ വേണം. അങ്ങനെ അറൌണ്ട് 7000 കിലോഗ്രാം റോ മെറ്റീരിയൽ നമ്മൾ പ്രോഡക്റ്റ് എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാക്സിമം ഉണ്ടാക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്ക് 3500 ആണ്. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് ബിക്ക് വരുമ്പോൾ നമ്മളതിൽ ഓൾറെഡി അവൈലബിൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 10,000 ഉള്ളൂ. ഷോർട്ട് സപ്ലൈ ആണ്, റോ മെറ്റീരിയൽ ഷോർട്ട് സപ്ലൈ ആണ്. ആ 10,000 നിന്നും 7,000 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഞാൻ പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ദെൻ ബാക്കി റീമൈനിങ് 3,000 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയലേ ഉള്ളൂ. ഈ 3,000 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ കൊണ്ടാണ് എനിക്ക് പ്രോഡക്റ്റ് ബി ഉണ്ടാക്കാനായിട്ട്. പ്രോഡക്റ്റ് ബി ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ വേണമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 കിലോഗ്രാം ചെയ്യുമ്പോൾ 1000 യൂണിറ്റ്സ് ആണ് പ്രോഡക്റ്റ് ബി പ്രൊഡക്ഷൻ നടത്തുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ബി 1000 കിലോഗ്രാം. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻസറിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കമ്പ്യൂട്ട് ചെയ്തതാണ്. 5569 ഇന്ത്യ ചെയ്യുക. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3500 into 55 ചെയ്യുമ്പോൾ നമുക്ക് 1,92,500. ഇത് നമുക്ക് 69,000. ദെൻ total contribution of product A and B equal to 1,92,500 plus 69,000. That is 2,61,500. Then again less fixed cost. എന്നാലേ നമുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് ₹5 ആണ് പ്രോഡക്റ്റ് എക്ക്. നമുക്കിവിടെ 1000 റുപ്പീസ് ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എക്ക് ഫുൾ എടുക്കാം. 3,500 യൂണിറ്റ്സ് ഇൻറ്റു 5 ചെയ്യാം. പ്ലസ് പ്രോഡക്റ്റ് ബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1000 റുപ്പീസേ ഉണ്ടാക്കുന്നുള്ളൂ, പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. എന്നാലും 3,500 ആണ് മാക്സിമം സെയിൽ ചെയ്യാവുന്നത്. മാക്സിമം സെയിലബിൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ 3,500 വേണ്ടിയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ 17,500 പ്ലസ് 17,500 പ്ലസ് 35,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 52,500 വരും. Then again പ്രോഫിറ്റ് റീച്ച് ചെയ്യും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,09,000 റുപ്പീസ് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫൈനൽ ആൻസർ.